രാഹുൽ ഗാന്ധി ലീഡ് നില ഉയർന്നു. വയനാട്ടിൽ ഉറപ്പാണ്, ഇടുക്കിയിൽ ഉറപ്പാണ്, എറണാകുളത്ത് ഉറപ്പാണ്, കൊല്ലത്ത് ഉറപ്പാണ്, മലപ്പുറത്തും പൊന്നാനിയിൽ പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെയൊക്കെ 1 ലക്ഷത്തിന് മുകളിൽ വോട്ടുകളുടെ ലീഡ് ഉറപ്പായി വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ 2019 സമാനമായ രീതിയിൽ UDF തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന 2 മണ്ഡലങ്ങൾ BJP പിടിക്കുകയാണ്. അതിലൊന്ന് തൃശ്ശൂർ BJP എടുക്കുന്നു. അത് UDF-ന്റെ ചോദ്യം സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടും. കോൺഗ്രസിനുള്ളിൽ തിരുവനന്തപുരത്ത് രാജചന്ദ്രശേഖർ ലീഡ് ഉയർത്തുന്നു, അതും ചോദ്യം ചെയ്യപ്പെടും. ഈ 2 മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടാൽ UDF തരംഗം എന്നതിന് വലിയ തിരിച്ചടിയായി മാറും. BJP ആണ് പിടിക്കുന്നത്, CPM അല്ല എന്നതും വലിയ ചോദ്യചിഹ്നമായി മാറും. അത് മാത്രമല്ല, 2 സീറ്റുകൾ BJP നേടുകയാണെങ്കിൽ CPM ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങുമ്പോൾ അതും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയാകും. അതാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് എന്തായിരിക്കും സ്ഥിതി? ക്ലൈമാക്സ് ആണ് തിരുവനന്തപുരത്തിൻ്റെത്. അവിടെയാണ് ഇപ്പോൾ എത്ര 5000 വോട്ടുകളുടെ ലീഡ് ആയിട്ടില്ല അല്ലെ? 5000ലേക്ക് വന്നിട്ടില്ല. പക്ഷെ 4700 സംതിങ് വോട്ടുകൾ. സുരേഷ് ഗോപിയുടെ ലീഡ് 25000 കടന്നു. സുരേഷ് ഗോപിയുടെ ലീഡ് 25000 കടന്നു. 25000 കടന്ന് സുരേഷ് ഗോപി കുതിക്കുന്നു. കേരളത്തിൽ താമര വിരിയുന്നു. അങ്ങനെ കേരളത്തിൽ താമര വിരിയുകയാണ്. സുരേഷ് ഗോപി 25000ത്തിന്റെ ലീഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. രണ്ടാമത് VS സുനിൽകുമാറാണ്. സുനിലിനെ അട്ടിമറിച്ചുകൊണ്ട് സുരേഷ് ഗോപി ചരിത്ര വിജയം നേടിക്കൊടുക്കുകയാണ്. കെ മുരളീധരൻ വരുന്ന കാഴ്ച. അതിനിടയിൽ വടകരയിൽ 1/4 ലക്ഷത്തിന് അടുത്തേക്ക് ഷാഫിയുടെ ലീഡ് 23000 കടന്നിരിക്കുന്നു. ഷാഫിയുടെ ലീഡ്. ഷാഫി പറമ്പിൽ നല്ല വടകര കാഴ്ചവെക്കുകയാണ്. വടകര എന്തായാലും വടകരയിലും ഇനി ടീച്ചർക്ക് ബുദ്ധിമുട്ടാണ്. ടീച്ചർക്ക് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓരോ റൗണ്ട് വരുമ്പോഴും ഷാഫി നില മെച്ചപ്പെടുത്തുകയാണ്. മാത്രമല്ല, കൂത്തുപറമ്പും തലശ്ശേരിയും ഒക്കെ അവിടെയും വലിയ രീതിയിൽ ലീഡ് നേടുവാനായിട്ട് കഴിയുന്നില്ല ശൈല ടീച്ചർക്ക് എന്ന പ്രത്യേകതയും അവിടെ കിട്ടിയ 84000 എന്നൊരു ഭൂരിപക്ഷത്തിലേക്ക് കടക്കുമോ എന്നുള്ളൊരു സംശയം മാത്രമേ. ET മുഹമ്മദ് ബഷീറിന്റെ ലീഡ് 67000 ഉയർന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും 1.5 ലക്ഷത്തോളം വോട്ടുകളുടെ ലീഡ് അവിടെ കിട്ടും. ET മുഹമ്മദ് ബഷീറിന് സേഫ് ആണ്. മലപ്പുറവും UDF-ന് സ്വന്തമായി, എറണാകുളം സ്വന്തമായി, പൊന്നാനി സ്വന്തമായി, കൊല്ലം നേരത്തെ തന്നെ ഉറപ്പിച്ചു. ഇനി ആലപ്പുഴയിലും തിരിച്ചുപോക്കില്ല. പാലക്കാട് ശ്രീകണ്ഠൻ വീണ്ടും ജയിക്കുന്നു. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഫൈറ്റ്, അതും വിജയം കാണുകയാണ്. കാസർഗോഡ് 12000 കടന്നു. ഉണ്ണിത്താൻ 12000 കടന്നു കാസർഗോഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്ക് മത്സര സ്വഭാവമുള്ള പ്രധാന മണ്ഡലങ്ങളിൽ ഒന്ന് മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ ക്രമാനുഗതമായി ലീഡ് ഉയർത്തുകയാണ്. ആറ്റിങ്ങിലും തിരുവനന്തപുരവുമാണ് തലസ്ഥാന നഗരിയിലെ 2 മണ്ഡലങ്ങളിലാണ് കടുത്ത പോരാട്ടം നടക്കുന്നത്. അവിടെ 2 മണ്ഡലങ്ങളിലും BJP പത്തനംതിട്ടയിൽ ആന്റോയുടെ ലീഡ് കൂടി. അടൂർ പ്രകാശിന്റെ ലീഡ് കുറഞ്ഞു. 948. ആറ്റിങ്ങൽ 948 വരുന്നു. ആറ്റിങ്ങൽ വീണ്ടും കടുത്ത മത്സരത്തിലേക്ക് വരുന്നു. അടൂർ പ്രകാശ് 2000 വോട്ടുകൾക്ക് മുന്നിലായിരുന്നു. പക്ഷേ ഇപ്പോൾ വോട്ട് കുറഞ്ഞു. UDF-ന് വലിയ ലീഡ് 20000 അടൂർ പ്രകാശിന്റെ ലീഡ് 948 കുറഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നേരത്തെ 1000 കൂടുതലുണ്ടായിരുന്നു. 1000 താഴെ അടൂർ പ്രകാശ് എത്തുന്നതും സവിശേഷമായ സാഹചര്യത്തിലാണ്. കാരണം ആറ്റിങ്ങലിൽ വലിയ മത്സരം, ത്രികോണ പോരാട്ടം നടന്ന ആറ്റിങ്ങലിൽ വലിയ മത്സരം നടക്കുന്നു. അവിടെ മുരളീധരന്റെ വോട്ടുകൾ നിർണായകമാകുന്നു. 27000 കടന്നു സുരേഷ് ഗോപി. ഓരോ റൗണ്ടിലും സുരേഷ് ഗോപി തന്റെ ലീഡ് ഉയർത്തുകയാണ്. 27000 കടന്നാണ് അങ്ങനെ ആറ്റിങ്ങലും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. കാരണം അടൂർ പ്രകാശിന്റെ ലീഡ് കുറഞ്ഞു, 1000ന് താഴെ വന്നിരിക്കുന്നു. 948 ആയിരിക്കുന്നു. അങ്ങനെ ആറ്റിങ്ങൽ സ്വന്തമാക്കാൻ LDF-ന് കഴിയുമോ? ആലത്തൂരല്ലാതെ ആറ്റിങ്ങൽ കൂടി സ്വന്തമാക്കി നാണക്കേട് ഒഴിവാക്കാൻ, അതായത് 1 എന്നുള്ളത് 2 ആക്കി മാറ്റാൻ, കഴിഞ്ഞ തവണത്തെ 1 ഇത്തവണ 2 ആക്കി മാറ്റാൻ LDF-ന് കഴിയുമോ എന്നുള്ള ചോദ്യമാണ്. ഇപ്പോൾ BJP 2 സീറ്റിൽ ഇപ്പോൾ തന്നെ ഇഞ്ചോടിഞ്ചാണ്. ആറ്റിങ്ങലിൽ 1000-ൽ താഴെ ഭൂരിപക്ഷം മാത്രമാണ്. ഇപ്പോഴും 2000 കടന്നൊരു ഭൂരിപക്ഷം ഒരു സ്ഥാനാർത്ഥിക്കും ആറ്റിങ്ങലിൽ ലഭിച്ചില്ല എന്നത് പ്രധാനമാണ്. നമുക്കറിയാം, തലസ്ഥാന നഗരിയിലെ ഈ 2 മണ്ഡലങ്ങളിലേക്ക് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം ചുരുങ്ങുന്ന പശ്ചാത്തലമാണ്. മറ്റു മണ്ഡലങ്ങളിലൊക്കെ ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു. മറ്റു മണ്ഡലങ്ങളിൽ ഒരു സ്ഥലത്ത് BJP വിജയം ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ്. മറ്റ് 18